അങ്ങനെ ഞങ്ങള് മൂകാംബികയെ എത്തിയേ. നേരെ ഞങ്ങള് ക്ഷേത്രത്തിൽ തൊഴാനായിട്ടാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞങ്ങള് നേരെ സൗപർണിക നദിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നൊന്ന് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവാൻ. അന്നേരം ഞങ്ങള് നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സൗപർണിക നദി. അന്നേരം നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നൊന്ന് കാലൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങള് മൂകാംബിക ക്ഷേത്രത്തിലെത്തിയേ. ഞങ്ങൾ അവിടെ കൊടുക്കാനായിട്ടുള്ള ഒരു വഴിപാടുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് നല്ലൊരു നീണ്ട ക്യൂ ആയിരുന്നേ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നട അടച്ചൊരു പൂജ നടക്കുമായിരുന്നു. അതാണ് ഇത്രയും വലിയ ക്യൂ ആയത്. അങ്ങനെ ഞങ്ങൾ നേരെ ആ ക്യൂവിലാണ് കയറിയത്. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഈ പൂജയുടെ കുറെ ആചാരങ്ങളാണ് ഇത്. രഥവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലം വെക്കുന്നതൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മുടെ നട തുറക്കത്തുള്ളൂ. അങ്ങനെ അത് 3 വട്ടമൊക്കെ വലം വെച്ചിട്ടാണ് ഈ നട തുറക്കുന്നത്. അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ കയറി തൊഴുതത്. ഈ ആൾക്കാർ നിൽക്കുന്നിടം എല്ലാം ക്യൂ ആണേ. നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കയറി തൊഴുതത്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. കുറെ വഴിപാടും പ്രസാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് ഈ പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത ഡാൻസ് ഉണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ്. അന്നേരം അതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരുങ്ങാനായിട്ട് പോകണം. ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്കൊന്ന് പോയി ഒരുങ്ങാനൊക്കെ. അന്നേരത്തേക്ക് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയേ. ഇനി ഡാൻസ് വീഡിയോസ് ഒക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.